ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത തരം കാന്താരിയെക്കുറിച്ചുള്ളതാണ്. കാന്താരി പച്ചയും വെള്ളയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും തികച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിറമാണിത്. കറുത്ത കളറിലുള്ള കാന്താരിയാണ്. കാണാനും വളരെ ബ്യൂട്ടിഫുള്ളാണ്. എരിവിലും അതുപോലെ തന്നെ നല്ല എരിവുള്ള ഒരു കാന്താരിയും കൂടിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതൊരു കറുത്ത കളറിലുള്ള കാന്താരി ചെടിയാണ്. അതിൻ്റെ ഇലകളൊക്കെ തന്നെ നല്ല കറുത്ത നിറമാണ്. ഇതിൻ്റെ തളിരിലകൾ ഉണ്ടായി വരുമ്പോൾ ചെറിയ പച്ച കളറിലാണ് നിൽക്കുന്നത്. അത് പിന്നെ മൂപ്പത്തി വരുമ്പോൾ എല്ലാം തന്നെ നല്ല കറുത്ത കളറിലോട്ടായി മാറുന്നതാണ്. നിറച്ച് തന്നെ കായ്ക്കുന്ന ഒരു കാന്താരി ചെടിയാണിത്. ഞാൻ ഒരു ചെറിയ കണ്ടെയ്നറിലാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ പൂക്കളൊക്കെ തന്നെ നല്ല വയലറ്റ് കളറിലുള്ള പൂക്കളാണ്. കാണാനും വളരെ ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കായ്കൾ ഉണ്ടായി കഴിയുമ്പോൾ ഇത് കറുത്ത കളറിലാണ് ഉണ്ടാകുന്നത്. അല്പം വലിപ്പമുള്ള ഒരു കാന്താരി തന്നെയാണിത്. ഇതിൻ്റെ ഇലകളും കായ്കളും ഒക്കെ തന്നെ ഒരേ നിറമായതുകൊണ്ട് ഇതിൽ കാന്താരി നിൽക്കുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ഇതിൻ്റെ പൂക്കൾ ഒരു വയലറ്റ് പോലത്തെ കളറിലെ പൂക്കളാണ്. പക്ഷേ ഈ കറുത്ത കാന്താരിക്ക് ആ വയലറ്റിൻ്റെ ഒരു ഷെയ്ഡുണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ കറുപ്പായിട്ട് കാണുമെന്നുണ്ടെങ്കിലും ഒരു വയലറ്റിൻ്റെ ഷെയ്ഡുള്ള ഒരു കാന്താരി ചെടിയാണിത്. ഇതിൻ്റെ കൃഷി രീതി എന്ന് പറയുമ്പോൾ മറ്റ് കാന്താരി ചെടികൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. എപ്പോഴും നമ്മൾ മണ്ണൊരുക്കുമ്പോൾ മണ്ണിൽ കുമ്മായം ചേർത്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കോഴിവളമോ ചാണകപ്പൊടിയൊക്കെ അടിവളമായി ചേർത്ത് ഉപയോഗിക്കാം. കൂടെ കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല തഴച്ച് വളരുന്നതാണ്. കൂടെ നടുന്ന മണ്ണിൽ നമുക്ക് കമ്പോസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. മുളക് ചെടി നടുന്ന കണ്ടെയ്നറിൽ നിറയെ സുഷിരങ്ങളുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഒരിക്കലും ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം ഒത്തിരി കെട്ടി നിന്നതിൻ്റെ ചുവടെല്ലാം തന്നെ അഴുകി പോകുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കാന്താരി ചെടി നമുക്ക് വിത്ത് മുളപ്പിച്ചതിന് ശേഷം ചെറിയ കണ്ടെയ്നറിൽ വളർത്തിയിട്ട് നമുക്ക് ഗ്രോ ബാഗിലോട്ട് പറിച്ച് നടാവുന്നതാണ്. അല്പം വളർന്നു കഴിഞ്ഞ കാന്താരി ചെടികൾക്ക് നമുക്ക് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചുവട്ടിലും ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചെടികൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതാണ്. പിന്നെ സ്യൂഡോമോണസ് ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ മുളക് പറിച്ച് മാറ്റാനുള്ളതാണെങ്കിൽ പറിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 10 ദിവസം കൂടുമ്പോൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് ഒരു രോഗവും വരത്തില്ല. ഇനി മറ്റെന്തെങ്കിലും കീടബാധയോ രോഗാണുബാധയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടികളിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി മുരടിപ്പ് രോഗം വന്ന ചെടികളുടെ എല്ലാം തന്നെ കുരുടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാമ്പൊന്ന് നുള്ളിക്കൊടുത്തതിന് ശേഷം അതിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ചെയ്തു കൊടുത്താൽ വേഗത്തിൽ തന്നെ അതെല്ലാം മാറി കിട്ടുന്നതാണ്. ചെടികൾക്ക് ഒരു രോഗാണുബാധ ഉണ്ടാക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം കലക്കി ചെടികളുടെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ചെടികളിലൊക്കെ തന്നെ ചെറിയ രീതിയിലൊക്കെ ഉറുമ്പുകളൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചെടികളുടെ ഇലകളിൽ നമ്മൾ വെറുതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇലകളൊന്ന് മാറ്റി അതിൻ്റെ അടിഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളീച്ച, മെല്ലിമൂട്ട അതുപോലെ മറ്റ് പ്രാണികളുടെ മുട്ടകളൊക്കെ ചെറുതായിട്ട് തരിതരി പോലെ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു കോട്ടൺ പീസ് ഉപയോഗിച്ച് എല്ലാം തുടച്ചു മാറ്റിയതിന് ശേഷം ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ ചുവട്ടിൽ നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് പച്ചക്കറി വേസ്റ്റിന് ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ 2-3 ദിവസം കഴിയുമ്പോഴൊക്കെ തന്നെ അഴുകി കിട്ടും. അതിനെ നമുക്ക് നേർപ്പിച്ചിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കവറിൽ നമ്മൾ ഇതൊക്കെ തന്നെ ഇട്ട് വെച്ചാൽ ഒരല്പം മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ വേഗത്തിൽ പൊടിഞ്ഞു കിട്ടുന്നതാണ്. അത് ചുവട്ടിൽ നിന്ന് മാറി നമുക്ക് തടത്തിലൊക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ചെടികളിൽ പൂക്കളൊക്കെ തന്നെ ഉണ്ടാകുന്നു, കൊഴിഞ്ഞു പോകുന്നുണ്ട്, കായ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചാരം ഒരല്പം എടുത്തതിന് ശേഷം വെള്ളത്തിൽ കലക്കി ചെടിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പച്ചിലകളൊക്കെ തന്നെ കത്തിച്ചെടുത്തിട്ടുള്ള ചാരമാണ് ഉപയോഗിക്കേണ്ടത്. കറുത്ത കാന്താരിയിലെ കാന്താരിയെല്ലാം പഴുത്തു വരുമ്പോൾ നല്ല ചുവന്ന നിറത്തിലാണ് വരുന്നത്. കാണാനും വളരെ ഭംഗിയാണ്. കറുപ്പും ചുവപ്പും കൂടെ ഇടകലർന്ന് ചെടിയിൽ നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ കാന്താരി കൃഷി എന്ന് പറയുന്നത്. മറ്റു മുളക് ചെടികളെ പോലെ വേഗത്തിൽ നശിച്ചു പോകുന്നതല്ല ഈ കാന്താരി എന്ന് പറയുമ്പോൾ. ഒത്തിരി കാലം നമുക്ക് നിൽക്കുന്നതാണ്. ഈ കാന്താരി ചെടികളൊക്കെ തന്നെ മറ്റു മുളക് ചെടികളെ പോലെയല്ല. എന്തെങ്കിലും കീടാണുബാധ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊന്ന് അതിന് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വേഗത്തിൽ തന്നെ അതിൻ്റെ കീടാണുബാധയൊക്കെ മാറിക്കിട്ടി പഴയ ചെടികളായി മാറുന്നതാണ്. ഇപ്പം മുരടിപ്പ് രോഗം ഉണ്ടെങ്കിൽ നുള്ളി വിട്ട് കഴിഞ്ഞാൽ അതെല്ലാം തന്നെ പുതിയ ഇലകൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഇലകളൊക്കെ ആയി ഉണ്ടായി വരുന്നതാണ്. നിറച്ച് തന്നെ നമുക്ക് കായ്ഫലം ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്